എലോൺ മസ്ക്. ഇപ്പം നമ്മളെല്ലാം കാണുകയും അറിയുകയൊക്കെ ചെയ്യുന്നത് ടെക്നോളജി, അതായത് പുതിയ ലോകത്തിൻ്റെ പുതിയ ടെക്നോളജി കൊണ്ടുവരുന്ന ഒരു മനുഷ്യൻ. അയാൾ ഏലിയൻസ് എന്നും അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട അയാളെ പറയുന്നത് ഡിസറപ്ഷൻ, അല്ലെങ്കിൽ ഇൻ്റർവീൻ ചെയ്യുന്നു. പക്ഷെ ഞാൻ ഇയാളെ പറ്റി കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് എൻ്റേതായ രീതിയിൽ ഞാൻ തിങ്ക് ചെയ്യുവാണ്. ബേസിക്കലി മനുഷ്യൻ എന്താണ് ഈ ലോകത്ത് ചെയ്യുന്നത്? അപ്പോൾ എൻ്റെ ഒരു അസംഷനാണ് ഈ പറയുന്നത്. നിങ്ങൾക്ക് എതിർക്കാം, പക്ഷെ ഞാൻ ഈ പറയുന്ന പോയിന്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് നമ്മുടെ ഉണ്ടായിരുന്ന ഒരു കൺവെൻഷണൽ ടെക്നോളജിയാണ് IT അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അവിടെ കൊണ്ട് ഡിസ്റപ്ഷൻ ഉണ്ടാക്കിയതാണ് AI. ഇൻ്റർവീൻ ചെയ്തു. പിന്നീടുണ്ടായ മാറ്റം നിങ്ങൾക്കറിയൂ. ആ ടെക്നോളജി ഫീൽഡിൽ പുതിയൊരു ലോകമുണ്ടായി, AI. അതിന് മുഖ്യ കാരണക്കാരൻ ഇയാളാണ്. ഇത് നിങ്ങൾ ആലോചിക്കുക, ഓരോ പോയിന്റ് ആലോചിക്കുക. സ്പേസ് എക്സ് അയാളുടെ സംഭവം, അത് കൺവെൻഷനലായിട്ട് നാസയുണ്ട്, മറ്റോ സ്പേസിൽ പോകുന്ന സംഭവം. അയാൾ സ്വന്തമായിട്ട് ഈ സ്പേസ് ഉണ്ടാക്കി സംഭവം വിടുന്നു, കറക്റ്റായിട്ട് വരുന്നു. അതായത് ലോകത്തിൽ നിന്ന് നിലനിൽക്കുന്ന കൺവെൻഷനലായിട്ട് നമ്മൾ ടെക്നോളജിയിലുള്ള സ്പേസും ഇയാളെന്താണ് ഭാവന ചെയ്ത് ഉണ്ടാക്കിയെടുത്ത സംഭവം തമ്മിൽ എവിടെ അടുക്കാൻ പറ്റത്തില്ല. അതായത് ഇന്ന് നിലനിൽക്കുന്ന എല്ലാ സ്പേസ് ടെക്നോളജിയും പുള്ളി എടുത്ത് ദൂരെ കളഞ്ഞു. എന്നിട്ട് പുള്ളി ലോകത്തെ കാണിച്ചു കൊടുത്തു. അതായത് ഞാനിപ്പോൾ ഇരിക്കുന്ന ഡൽഹിയിൽ നിന്ന് ഇന്ന് അമേരിക്കയിൽ പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് 16 മണിക്കൂർ ഫ്ലൈ ചെയ്യേണ്ട 1 മണിക്കൂർ മതി. അവിടെയും കയറി ഡിസ്റപ്റ്റ് ചെയ്തു. ആലോചിക്കുക, എന്താ സംഭവം? ഈ മനുഷ്യൻ ആരാണെന്ന് ആലോചിക്കുക. ഇനി അടുത്ത സംഭവം, അത് ചെറിയ സംഭവമാണ്. ഈ ബോറിംഗ് കമ്പനി അയാളുണ്ടാക്കിയൊരു ബോറിംഗ്. കാരണം അയാൾ പോകുന്ന സാഹചര്യത്തിൽ തിങ്ക് ചെയ്താണ് ഓരോന്നും ഉണ്ടാക്കുന്നത്. അതായത് ലോസ് ഏഞ്ചലസിൽ ട്രാഫിക്കിൽ നിൽക്കുന്ന സമയത്ത് അയാൾ ആലോചിക്കുകയാണ്, എന്തുകൊണ്ട് ഈ ട്രാഫിക്ക് മാറ്റുവാൻ വേണ്ടി ഈ ടണൽ ഉണ്ടാക്കിക്കൂടാ. അങ്ങനെ ഉണ്ടാക്കിയ കമ്പനിയാണ് അയാളുടെ ഈ ബോറിംഗ് കമ്പനി എന്ന് പറയുന്ന സംഭവം. എന്നിട്ട് അയാൾ എന്താ ചെയ്തത്? പഴയ ടണലൊക്കെ കുഴിക്കുന്ന ഒരു മെഷീൻ മേടിച്ചിട്ട് അതിനെ ഇയാൾ പുതുക്കി പണിതിട്ട് ടെക്നോളജി അകത്തോട്ട് കയറിയിട്ട്, അതായത് 10 കിലോമീറ്റർ ടണല് കുഴിക്കാൻ വേണ്ടി അയാൾക്ക് 1 ദിവസം മതി. ആ മെഷീൻ ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് ആ കമ്പനി ലാസ് വെഗാസിലും മറ്റു പലയിടത്തും എക്സ്പെരിമെന്റ് സംഭവം അടിപൊളിയാക്കി കൈ കൊടുത്തു. സാൻ ഫ്രാൻസിസ്കോ ഉൾപ്പെടെയുള്ളിടത്ത്. അമേരിക്ക ഞെട്ടിപ്പോയി. അപ്പം അത്രയും നാളും ടണൽ ഉണ്ടാക്കാൻ എടുക്കുന്ന സമയമൊക്കെ ദൂരെ കളഞ്ഞു. അവിടെയും കയറി ഡിസ്റപ്റ്റ് ചെയ്തു. ഇനി ഏറ്റവും തമാശ അതൊന്നുമല്ല. അപ്പം ഞാൻ എൻ്റെ പറയുന്ന പോയിന്റ് അവിടെ ഒന്നുമല്ല. ഇത് ചെയ്ത് ടെക്നോളജിയുമായിട്ടും AI ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇത് നിങ്ങൾക്കറിയാം, ഡ്രൈവർ ഇല്ലാത്ത കാർ. ഇതൊക്കെ നമ്മൾ ആലോചിക്കണം. അങ്ങനെ ഒരു ഫോർമാറ്റ് നമുക്ക് ചിന്തിക്കാൻ പറ്റുമായിരുന്നു. ഗൂഗിൾ കൊണ്ടുവന്നു, മറ്റു പലരും കൊണ്ടുവന്നു. അപ്പം അതുമായിട്ടും ബന്ധപ്പെട്ടും പുള്ളിയുടെയാണ് അഡ്വാൻസ്ഡ് ഏറ്റവും മുമ്പിൽ പോകുന്നത്. ഇനി ആലോചിക്കുക, ഇനി എന്താണ് പുള്ളി ചെയ്യാൻ ചെയ്തത് ഈ കഴിഞ്ഞ 2 മാസം 3 മാസത്തിനുള്ളിൽ? അമേരിക്കയുടെ പൊളിറ്റിക്സിൽ ട്രംപ് ജയിക്കാൻ മുഖ്യ കാരണക്കാരൻ ഇയാളാണ്, എലോൺ മസ്കാണ്. കാരണം ചെറുപ്പക്കാരിൽ ഒരുമിച്ചൊക്കെ നിന്നു. അയാൾ ഗ്ലോബൽ ട്രെൻഡല്ല, ലോകത്തിലെ ചെറുപ്പക്കാർ മുഴുവൻ അയാളുടെ പുറകിലായി. ബ്രിട്ടനെ ഡിസ്റപ്റ്റ് ചെയ്തു. ബ്രിട്ടൻ്റെ പൊളിറ്റിക്സ് അറിയാമല്ലോ. ഏതാ? അവിടുത്തെ കൺസർവേറ്റീവ് പാർട്ടിയുണ്ട്, ലേബർ പാർട്ടിയുണ്ട്. അയാൾ ടോമി സെബാസ്റ്റ്യനും മറ്റൊരു റിഫോംസ് പാർട്ടി UK അതിന് ഫണ്ട് ചെയ്ത് അവരിവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായി. അതിനേക്കാളുപരി ഇയാൾ പറഞ്ഞൊരു സംഭവമുണ്ട്, ഗ്രൂമിങ് ഗാങ്സ് പാകിസ്ഥാൻ ബേസ്ഡ്, അവിടെയുള്ള പാകിസ്ഥാൻകാരുണ്ടാക്കിയത്. ഇന്ന് കീത്ത് സ്റ്റാർമറിൻ്റെ ഏറ്റവും വലിയ തലവേദനയായിട്ട് ഇയാൾ മാറി. കാരണം ഈ പറയുന്ന റിഫോംസ് പാർട്ടി ചിലപ്പോൾ അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട്. ചെറുപ്പക്കാർ മുഴുവൻ അങ്ങ് പോയി, ഇയാളുടെ പുറകിലാണ്. കീത്ത് സ്റ്റാർമർ പറഞ്ഞ് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു, മിസ്ലീഡിങ് ഇൻഫർമേഷൻ. പക്ഷേ
ഇപ്പോഴത്തെ ജനറേഷൻ മുഴുവനും ഇയാൾ പറയുന്നത് കേട്ടാൽ മതി. അത് ഇയാൾക്കുള്ള ട്വിറ്റർ ബേസ് ആണ്, അതിനകത്തുകൂടാണ് ഈ സംഭവങ്ങളൊക്കെ പറയുന്നത്. അതിനടുത്ത് വേറെ ഇൻ്റർവ്യൂ ഒക്കെ പറയും. ടോമി റോബിൻസൺ ജയിലിലാണ്, ഫാർ റൈറ്റ് വിങ് ആണ്, അയാളെ റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞു. അതിനനുകൂലമായിട്ട് വലിയ ട്രെൻഡ് ഉണ്ടാകുന്നു യു കെയിൽ. ആലോചിക്കുക, അതായത് യു കെ പൊളിറ്റിക്സിനും അതിൻ്റെ ഡെമോഗ്രഫിയും ജിയോഗ്രഫിയും അതിൻ്റെ കൾച്ചറും സ്ട്രക്ചറും മുഴുവനും ഡിസറപ്റ്റ് ചെയ്ത് കൈ കൊടുത്തു. ഇനി നോക്കുക എന്താണ് ഫ്രാൻസിൽ സംഭവിച്ചത്. അതായത് ഇമാനുവൽ മാക്രോൺ ട്രംപിനോടും അവരോടൊക്കെ പറയാൻ, ഈ മനുഷ്യൻ ഞങ്ങളുടെ പൊളിറ്റിക്സ് കടന്നു വരാൻ ശ്രമിക്കുന്നു. അവിടെയും കോൺഫിഡൻസ് മോഷൻ വന്നിട്ട് ഇമാനുവൽ മാക്രോണിൻ്റെ പാർട്ടി അവിടെ കാരണം പല പാർട്ടികൾ ചേർന്ന് കഴിഞ്ഞിടയ്ക്ക് ഇലക്ഷൻ കഴിഞ്ഞ് അവിടെ ഗവൺമെൻറ് താഴെ പോയി. അവിടെയും കയറി ഡിസറപ്റ്റ് ചെയ്തു. എന്താണ് ഉണ്ടാവുന്നത്? അവിടെ ഫാർ റൈറ്റ് വിങ് വലിയ രീതിയിൽ ഫോർമേഷൻ വരുന്നു. മനസ്സിലാക്കുക, ബ്രിട്ടൻ യൂറോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം, പിന്നെ ഫ്രാൻസ് നോക്കുക, പിന്നെന്താണ് ജർമ്മനിയിലുണ്ടായത്? AfD, ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി എന്ന് പറഞ്ഞ പാർട്ടി, ഒരു സ്ത്രീയാണ് ആലീസ് വീൽഡ്. അവരാണ് ആ പാർട്ടിയുടെ അതിൻ്റെ ഇലക്ഷൻ നടക്കുമ്പോൾ ചാൻസലറായിട്ട് മത്സരിക്കുന്നത്. പുതിയ സർവേ റിപ്പോർട്ട് വന്നു, 20% ഇവർക്കായിരിക്കും വോട്ട് കിട്ടുന്നത്. അത് AfD എന്ന് പറഞ്ഞ പാർട്ടിക്ക്. അവരുടെ ഇൻ്റർവ്യൂ അവർക്കും ഫണ്ട് ചെയ്യുന്നത് ഈ പറയുന്ന എലോൺ മസ്ക്. അതായത് മനസ്സിലാക്കുക, വീണ്ടും എലോൺ മസ്ക് ലോകത്തെ മുഴുവനും കയ്യിലങ്ങാക്കി. ഈ പ്രധാനപ്പെട്ട 3 യൂറോപ്യൻ രാജ്യങ്ങൾ പോയപ്പോഴും നിങ്ങൾ മനസ്സിലായിക്കോട്ടെ, എല്ലാം ഫാർ റൈറ്റ് ആണ്. ഒരു കാര്യം മനസ്സിലാക്കും, മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവൻ അതിൻ്റെ പുറകിലങ്ങ് പോയി. അമേരിക്കയുടെ ട്രംപ് എഫിഷ്യൻസി ക്യാബിനറ്റിൽ എടുത്തിട്ടുണ്ട് പുള്ളിയെ. അതിന് ലോകം മുഴുവൻ അയാളെ നോക്കി, ഇയാൾ എന്താണ് ചെയ്യുന്നത്, ഇയാൾ എന്താണ് പറയുന്നത്, അതനുസരിച്ച് ലോകം മുന്നോട്ട് പോകുന്നു. നിങ്ങൾ തിങ്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ വരാനുള്ള സമയം എന്താ ഉണ്ടാകാൻ പോകുന്നത്? ഇയാൾ പറയുന്നവരായിരിക്കും ലോകത്തിൻ്റെ പല ഭരണാധികാരികളും ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പം ചിലപ്പോൾ ഈ ഇലക്ഷൻ അവിടെ ജയിക്കത്തില്ല. വരാൻ പോകുന്ന 10 വർഷത്തിനുള്ളിൽ 10 വർഷം നിങ്ങൾ ആ ബോട്ടം ലൈൻ എടുത്തോ, എലോൺ മസ്ക് ആരെ ഉദ്ദേശിക്കുന്ന അവരായിരിക്കും ഓരോ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെ ഭരണാധികാരികൾ. കാരണം അതാണ് മറ്റേ ബ്രിട്ടൻ നോക്കുക, അയാൾ പേടിച്ച് വരേണ്ടിരിക്കുക ലേബർ പാർട്ടി, അവിടുത്തെ പൊളിറ്റീഷ്യൻസും. അവിടെ പുതിയൊരു ഭയങ്കര മൂവ്മെൻ്റ് ഉണ്ടാകുന്നു. എന്താണ് ഫ്രാൻസിൽ പുതിയ മൂവ്മെൻ്റ് ഉണ്ടാകും, ചെറുപ്പക്കാർ മുഴുവനും ഇയാളുടെ പുറകെ പോയി. ജർമ്മനി എന്തോ നിങ്ങളെടുത്ത് നോക്കുക, ഇതൊക്കെ നിങ്ങൾ റിസർച്ച് ചെയ്ത് മനസ്സിലാക്കുക ഏത് രീതിയിലാണ് എലോൺ മസ്ക് എന്ന് പറയുന്ന ആൾ ലോകത്തെ ഫോക്കസ് ചെയ്യുന്നത്. അതായത് അയാൾ ഒരു അമേരിക്കയിലിരിക്കുന്ന ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്നു, ലോകം മുഴുവൻ അയാളുടെ കയ്യിലോട്ട് പോകുന്നു. ഈ ഭരിക്കുന്ന ഭരണാധികാരി ആരാന്ന് തീരുമാനിക്കുന്നു, അവിടുത്തെ പോളിസി പുള്ളി തീരുമാനിക്കുന്നു. അപ്പം ഇയാളുമായിട്ട് അടുത്ത 1-2 സുഹൃത്തുക്കൾ, അപ്പോൾ അവരെ ചില വ്ളോഗേഴ്സിന് കൊടുത്ത ചില ഇൻ്റർവ്യൂസ് ഉണ്ട്. ഇയാൾ പറയുന്ന ലോകത്തിൻ്റെ അൺഎംപ്ലോയ്മെൻറ്റ് മാറ്റാൻ പുള്ളിയെ കൊണ്ട് സാധിക്കും. പുള്ളി പറയുന്നതാണ്. കാരണം സുഹൃത്തുക്കൾ മറ്റ് അവിടെ ഇവിടെയൊക്കെ തുടങ്ങുന്നത് പല യൂട്യൂബിനെ കൊടുത്ത് ഇൻ്റർവ്യൂ പറയുന്നതാണ്. ലോകത്തിൻ്റെ ടെക്നോളജി മുഴുവനും മാറ്റാം, ലോകത്തെ മുഴുവനും അവിടെ പട്ടിണി മാറ്റിയെടുക്കാം. കാരണം അതിനൊക്കെ ഇയാളുടെ ഒരു ഐഡിയ ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ലോകമെന്ന് പറയുന്ന സംഭവം ഇയാളുടെ കയ്യിലായി. അതാണ് ആ സ്പേസ് എക്സിൽ കൂടെ കാണിച്ചു കൊടുത്തത്. അപ്പോൾ ഇയാൾ ആരാണ് ബേസിക്കലി? എലോൺ മസ്ക്. നമ്മൾ ചിന്തിക്കാനൊക്കെ അപ്പുറം പോയി. അല്ലെങ്കിൽ പ്രധാനപ്പെട്ട 3 യൂറോപ്യൻ, അമേരിക്കയിലെ ചെറുപ്പക്കാരും യങ്സ്റ്റേഴ്സും മുഴുവൻ അയാളുടെ കൂടാണ്. അതായത് ലോകത്തിലെ, അതായത് പുതിയ ജനറേഷൻ മുഴുവൻ ഇയാളുടെ കൂടാണ്. അപ്പോൾ ആരവിടെ ഭരിച്ചാലും ഇയാൾ പറയുന്ന ആളായിരിക്കും ലോകത്ത് എന്ത് തീരുമാനം എടുക്കുന്നത്. കാരണം ഡെമോക്രാറ്റിക് രാജ്യങ്ങളല്ലേ അധികവും, യൂറോപ്പ് ആണെങ്കിലും മറ്റുള്ള രാജ്യങ്ങളൊക്കെ. പുള്ളിയാണ് തീരുമാനിക്കാൻ പോകുന്ന ലോകത്ത് എന്തുണ്ടാകും, എന്തുണ്ടാക്കണം, എങ്ങനെ മുന്നോട്ട് പോകണം, എന്താണ് ലോകത്തിൻ്റെ ഫ്യൂച്ചർ. മനസ്സിലാക്കുക. നമ്മൾ ഉദ്ദേശിച്ച് പറയൊരു കിങ്, രാജാവ് എന്നൊക്കെ പറയത്തില്ല. അപ്പം എങ്ങനെയാണ് ലോകത്ത് ഒരു രാജാവ് ഒരിടത്തിരുന്ന് ഭരിക്കുന്നത്, ലോകം മുഴുവനും ഗ്ലോബലായിട്ട് യൂണിവേഴ്സ് മുഴുവൻ എങ്ങനെ ഭരിക്കും? അങ്ങോട്ടാണ് ലോകം ഈ എലോൺ മസ്ക് ലോകത്തെ കൊണ്ടുപോകുന്നത്.
അപ്പം ഇത് ഞാനീ പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കും ഭയങ്കര അത് അങ്ങനല്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ പ്രധാനപ്പെട്ട 3 യൂറോപ്യൻ രാജ്യങ്ങളിൽ അവരുടെ കംപ്ലീറ്റ് പൊളിറ്റിക്സ് താറുമാറാകുന്നു. എലോൺ മസ്ക് പുതിയ ആൾക്കാരെ കൊണ്ട് പുതിയ പാർട്ടികൾ കൊണ്ടുവരുന്നു. അല്ലെങ്കിൽ റൈറ്റും ആരും അറിയാത്ത പാർട്ടികളെ കൊണ്ട് അവരെ ഫോക്കസ് ചെയ്യുന്നു. അവിടെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം അക്സെപ്റ്റ് ചെയ്യാൻ അവിടെയുള്ള ജനങ്ങൾ തയ്യാറായിട്ട് വോട്ട് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിക്കും മറ്റുള്ള രാജ്യങ്ങളുടെ സ്ഥിതി എന്താകും? എവിടുന്ന് എങ്ങോട്ടാണ് ഇത് പോകുന്നത്? ഇതാണ് അതിൻ്റെ സംഭവം. അപ്പം ഞാൻ ഈ പറയുമ്പം ഈ പോക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളും കൂടെ ചിന്തിക്കണം ഇത്. അപ്പം ഞാനിത് ചിന്തിച്ച് മനസ്സിലാക്കിയത് എങ്ങോട്ടാണ് ഇത് പോകുന്നത്. അപ്പം ഈ പോക്ക് പോവുകയാണെങ്കിൽ ലോകം മുഴുവൻ ഇയാളുടെ കയ്യിലോട്ടങ്ങ് പോവുക. അപ്പോൾ ആ രീതിയിലാണ് എനിക്കിതിനെ കാണാൻ സാധിക്കുന്നത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം പല രാജ്യങ്ങളും പറയുന്നുണ്ട്, അവിടുത്തെ അമേരിക്കൻ പൊളിറ്റീഷ്യൻസൊക്കെ പറയും എലോൺ മസ്കിനെ മാറ്റി നിർത്തുന്ന ശബ്ദം കൂടുതൽ സംസാരിക്കേണ്ട. അപ്പോൾ ഒരു കാര്യം കൂടെ പറയണം, ഒരു കാരണവശാലും ട്രംപ് പറയാൻ പോകത്തില്ല. കാരണം എലോൺ മസ്ക് അത്ര സ്വാധീനമുണ്ട് അമേരിക്കയിൽ. ഇനി എലോൺ മസ്കിനെ പേടിപ്പിച്ചൊരു കൂട്ടരുണ്ട്, അത് പക്ക ഇസ്രായേലും ജൂയിഷ് കമ്മ്യൂണിറ്റിയാണ്. ഈ ഗാസയനുസരിച്ച് ഇറാൻ ഈ ഇസ്രായേൽ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എലോൺ മസ്ക് ഇസ്രായേലിനെതിരെ ട്വീറ്റ് ചെയ്തു. നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, പ്രധാനപ്പെട്ട സൂറാപ്പികളെ ചില ആൾക്കാർ മനസ്സിലാക്കുക. ഞാൻ പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട്, എത്ര ശക്തമാണ് ജൂയിഷ് കമ്മ്യൂണിറ്റി എന്നുള്ളത്. അവരൊന്നടങ്കം തീരുമാനിച്ചു എലോൺ മസ്കുമായിട്ട് സഹകരിക്കുന്നില്ല. കാരണം ഇയാൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ലോകത്തെല്ലായിടത്തും ഉണ്ട്. അത് ലോകത്തിൻ്റെ ബാങ്കിങ്ങും ഫിനാൻഷ്യൽ സെക്ടറും എല്ലാം ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യും ജൂയിഷ് കമ്മ്യൂണിറ്റിയെ ലോകം മുഴുവൻ. അവരെ ഇയാളെ ബോയ്ക്കോട്ട് ചെയ്യുമ്പോൾ ഇയാളുടെ സ്റ്റോക്ക് അങ്ങ് താഴെ പോയി. എന്നിട്ട് ഇയാൾ നേരെ ടെലവീവ് പോയി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കണ്ട് മാപ്പ് ചോദിച്ചിട്ട് ഇസ്രായേലിന് അനുകൂലമായിട്ട് അതൊക്കെ മനസ്സിലാക്കുക. അപ്പം അതിനേക്കാൾ ശക്തമാണ് ഇസ്രായേൽ ജൂയിഷ് കമ്മ്യൂണിറ്റി. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഒരു മനസ്സിലാക്കുക, എങ്ങനെയാണ് ഈ ലോകം പോകുന്നത്, ആരാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. ഈ കൺട്രോളിങ് പവർ എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഞാൻ പലപ്പോഴും പറഞ്ഞ് ഈ ജൂയിഷ് കമ്മ്യൂണിറ്റിയെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല. നിങ്ങൾ എന്ത് ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ലോകത്തിലെ ഏറ്റവും വലിയ ഡീപ്പ് സ്റ്റേറ്റ് എന്ന് ജൂയിഷ് കമ്മ്യൂണിറ്റിയാണ്. കാരണം അവൻ്റെ കയ്യിലാണ് പണമുള്ളത്, അവൻ്റെ കയ്യിലാണ് സ്വാധീനമുള്ളത്, അവൻ്റെ കയ്യിലാണ് പവറുള്ളത്, അവനാണ് തീരുമാനിക്കുന്നത്. അതാണ് ഈ പറയുന്ന എലോൺ മസ്കിനെ അടി കിട്ടിയത് ജൂയിഷ് കമ്മ്യൂണിറ്റി. പിന്നെ തിരിച്ചു പോയി ക്ഷമ ചോദിച്ച് തിരിച്ചു വന്ന് അയാൾ പെർഫെക്റ്റായി. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം, ആരാണ് എലോൺ മസ്ക്, എന്താണ് ഈ ലോകത്തിൻ്റെ പോക്ക്, ഗ്ലോബൽ പൊളിറ്റിക്സ് മുഴുവനും. അതായത് അയാൾ ഹാൻഡിൽ ചെയ്യുന്ന, അയാളായിരിക്കും കൺട്രോൾ ചെയ്യുന്ന. ഞാൻ പറയുമ്പോൾ അതിശോക്തിയല്ല, നിങ്ങൾ വരാനുള്ള വർഷങ്ങളിൽ കണ്ടോണം എങ്ങനെയാണ് എലോൺ മസ്ക് ലോകത്തെ നിയന്ത്രിക്കുന്നത്. ഇതാണ് ഈ വീഡിയോയുടെ പറയാനുള്ള ചില കാരണങ്ങൾ.